ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? എനിക്കിടെ സുഖമാണ്. അപ്പോൾ എൻ്റെ വീഡിയോയിലേക്ക് കിടക്കുന്ന മുമ്പ് ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു വരുത് കേട്ടോ. ലൈക്ക് ഒരുപാട് കുറവാണ്, അതുപോലെ സബ്സ്ക്രൈബും കുറവാണ്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്തേക്കണേ. അപ്പോൾ ഇതാ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതാ ഡെസേർട്ടിനായിട്ട് ആദ്യം ഞാൻ കോൺഫ്ലവർ പൊടി എടുത്തേക്കുന്നത് 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 കപ്പ് പാലും 1 കപ്പ് വെള്ളവും എടുക്കുന്നുണ്ട്. അപ്പോൾ 2 കപ്പ് പാലൊഴിക്കുന്നത് ഞാൻ എടുത്ത് കാണിക്കുന്നുള്ളൂ. 1 കപ്പ് പാലൊഴിക്കുന്നത് എൻ്റെ വീഡിയോ മിസ്സായി പോയതാണ്. അപ്പോൾ ഇതാ 2 കപ്പ് പാലൊഴിച്ചിട്ട് 1 കപ്പ് വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ 4 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ പൊടി ഇട്ടു. അപ്പോൾ ഇന്ന് നമുക്കത് കലക്കി കൊടുക്കാം. എന്നിട്ട് മാത്രമേ ഗ്യാസ് ഓൺ ആക്കാവുള്ളൂ. ഇപ്പോൾ ഞാൻ ഗ്യാസ് ഓൺ ആക്കിയിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ അത് കട്ടായി പോകും. അപ്പോൾ നല്ല പാലും കോൺഫ്ലവറും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ഗ്യാസ് ഓൺ ആക്കി കൊടുക്കാം. ഇനി ഗ്യാസൊക്കെ ഒന്ന് പയ്യെ ഓൺ ആക്കിയിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി. ലോ ഫ്ലെയിമിൽ ഇട്ടില്ല, അത് പെട്ടെന്ന് ഇങ്ങനെ അടിയിലേക്ക് ഇതാകും. അത് കട്ട പിടിച്ച് വരുമ്പോഴത്തേക്കും പെട്ടെന്ന് കുറുകിപ്പോവും. ഞാൻ ഗ്യാസ് ഓണാക്കിയിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇളക്കി നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ കൈ ഇടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഒന്ന് കുറുകി കട്ടയിൽ പോവും. അപ്പോൾ അതാ ഇതുപോലെ ചെറിയ ചെറിയ കട്ടയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കുറുകാൻ പരിവാക്കണം. പിന്നെ ഇതിലേക്ക് ബട്ടർ ചേർക്കണം. ബട്ടർ ചേർക്കാൻ ഞാൻ വിട്ടുപോയതാണ്. അപ്പോൾ നിങ്ങൾ ബട്ടർ എന്തായാലും മസ്റ്റായിട്ട് ചേർക്കണം. അപ്പോഴേ നല്ല ക്രീമി ആയിട്ട് ടേസ്റ്റ് ആയിട്ട് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ പിന്നെ മിൽക്ക് മെയ്ഡ്, നമുക്ക് മധുരത്തിന് ഞാൻ മിൽക്ക് മെയ്ഡാണ് ചേർക്കുന്നത്. മിൽക്ക് മെയ്ഡും കൂടി ചേർക്കുക. മിൽക്ക് മെയ്ഡും ചേർത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മധുരം പോരാന്നുണ്ടെങ്കിൽ പഞ്ചസാരയും കൂടി ചേർക്കണം. ഒന്ന് മധുരം നോക്കിയേക്കുക. കാരണം നമുക്ക് ഡെസേർട്ടിന് ഏറ്റവും മെയിനായിട്ട് വേണ്ടി നല്ല മധുരത്തിലുണ്ടെങ്കിൽ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. മധുരം ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്, എല്ലാവർക്കും കറക്റ്റ് മധുരം ആവുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെയും മധുരം ഒന്ന് ലാസ്റ്റ് ഒന്ന് നോക്കിയേക്കണം. നമുക്ക് മധുരം പോരാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒഴിച്ചേക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ലെയർ അവിടെ ഫസ്റ്റ് ലെയർ അല്ല, ഒരു ലെയറൊക്കെ മാറ്റി വെച്ചേക്കാം. ഇനി അടുത്തത് വേണ്ടത് നമുക്ക് ബ്രെഡിലാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ ബ്രെഡിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് പാലും മിൽക്ക് മെയ്ഡും കൂടി ഒന്ന് തിളപ്പിച്ച് കുറുക്കി അതും നമുക്ക് മാറ്റി വെക്കണം. അപ്പോൾ ബ്രെഡ് മുക്കാനുള്ള പാലാണിത്. അപ്പോൾ ഇതുപോലെ ഒന്ന് പാലം തിളപ്പിച്ച്, ഇതുപോലെ മിൽക്ക് മെയ്ഡ് ഇല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര ആയാലും മതി. മിൽക്ക് മെയ്ഡ് കുറച്ചുകൂടി ടേസ്റ്റ് ആയതുകൊണ്ടാണ് മിൽക്ക് മെയ്ഡ് ചേർക്കുന്നത്. അപ്പോൾ അതും കൂടി ഒന്ന് ഇതുപോലെ തിളപ്പിച്ച് മാറ്റുക. അപ്പം മാറ്റിക്കഴിഞ്ഞിട്ട് പിന്നീട് വേണ്ടത് ഒരു ചെറിയൊരു ബൗളിൽ സേമിയയാണ്. ഒരു കപ്പ് അളവ് പറയണമെങ്കിൽ 1/2 കപ്പ് നമുക്ക് 1/2 കപ്പോളമുള്ള സേമിയയുള്ളൂ. അത് നമുക്ക് 1 കപ്പ് പാലൊഴിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. അതും ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വേവിക്കണം. പിന്നെ മധുരത്തിന് ഈ പറഞ്ഞ പോലെ പഞ്ചസാരയോ അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡോ ചേർക്കാം. മധുരം എല്ലാം നമുക്ക് നമ്മുടേതായ ഇഷ്ടത്തിന് തന്നെ ചേർക്കണം. നമുക്ക് ഒന്ന് ഒഴിച്ച് നോക്കിയിട്ട് അത് നോക്കാം. നമുക്ക് നമ്മുടെ മധുരം ഒന്ന് നോക്കിയേക്കണം. എന്നിട്ടില്ലാന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ മധുരം കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ ടേസ്റ്റ് പോവുകയും ചെയ്യും. മധുരം ഇല്ലെങ്കിലും അതിൻ്റെ ടേസ്റ്റ് പോവും. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ഇഷ്ടാനുസരണം മധുരം ചേർത്തേക്കുക. ഞാൻ മിൽക്ക് മെയ്ഡ് തന്നെയാണ് ചേർത്തത്. നിങ്ങൾക്കിനി പഞ്ചസാര മതിയെങ്കിൽ പഞ്ചസാരയും ചേർക്കാം. അപ്പോൾ സേമിയ ഒന്ന് വെന്ത് വരുന്നൊക്കെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഏകദേശം വെന്തിട്ടുണ്ട്. സേമിയ നമുക്ക് കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ എല്ലാ കൂട്ടുകളും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ അത് ഒരു ബൗളിലെടുത്തിട്ടുണ്ട്. ആ ബൗളിലേക്ക് സേമിയ മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത്, നമുക്ക് ബ്രെഡാണ് നമുക്ക് ആവശ്യമുള്ളത്. ബ്രെഡും കൂടി സെറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ എല്ലാം ഓരോന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ പാലും നമ്മുടെ മിക്സും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമുക്ക് 4 ബ്രെഡ് എടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ ഒരു 6 ബ്രെഡാണ് ഞാൻ എടുക്കുന്നത്. 4 ബ്രെഡ് നമുക്ക് ഇതിൻ്റെ ഫസ്റ്റ് ലെയറായിട്ട് ഇടാൻ വേണം. പിന്നെ 2 ബ്രെഡെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ മേലിൽ ഇടാൻ ബ്രെഡ് ക്രംസ് പോലെ റെഡിയാക്കിയിട്ട് ഇടാനും വേണം കേട്ടോ. അപ്പോൾ ആദ്യം 4 ബ്രെഡ് എടുത്തിട്ടുണ്ട്. സൈഡൊക്കെ കളഞ്ഞ് നല്ല സുന്ദര കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഒരു ബൗളൊക്കെ എടുത്ത് സെറ്റാക്കാം. ഇപ്പോൾ ലാസ്റ്റുള്ള ഒരു 2 ബ്രെഡിൻ്റെ കാര്യങ്ങൾ പറഞ്ഞില്ലേ, ഈ ബ്രെഡ് നമുക്ക് ഇതുപോലെ തന്നെ സൈഡ് കളഞ്ഞിട്ട് ശരിയാക്കിയെടുക്കാം. നമുക്ക് ഏറ്റവും മേലിൽ ഒന്നിത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ 2 ബ്രെഡ് വേണ്ടത്. അപ്പോൾ അതും ഇതുപോലെ തന്നെ സൈഡൊക്കെ കളഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബൗളെടുക്കാം. നമുക്ക് ഏത് പാത്രം എടുക്കുന്നത് ആ പാത്രത്തിൻ്റെ ഏറ്റവും അടിയിലെ ലെയറിൽ ഇതുപോലെ ബ്രെഡ് വെച്ച് കൊടുക്കാം. ബ്രെഡ് എങ്ങനെ വെക്കുകയെന്ന് വെച്ചാൽ അത് ഫുള്ള് കവർ ചെയ്യണം.
കാരണം താഴത്തെ ഏത് ബൗളാണോ നമ്മൾ ഏത് പാത്രം എടുക്കുന്നത് വെച്ചാലും ആ പാത്രത്തിൻ്റെ ഫുള്ള് അടിഭാഗം കവർ ചെയ്യുന്ന രീതിയിൽ ബ്രെഡ് വെക്കാം. നമുക്ക് ബ്രെഡ് വെച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ പുറമേയുള്ള ബാക്കിയുള്ള ഇതൊക്കെ വെക്കാം. അപ്പോൾ ചെറിയ ചെറിയ ചില ഭാഗമൊക്കെ ചെറിയ ചെറിയ പീസൊക്കെ വെച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ എന്താ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്ന് ഫുള്ള് സെറ്റാക്കിയിട്ട് കാണിക്കാം. ഇത് ബ്രെഡ് ഫസ്റ്റ് ലെയർ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് രണ്ടാമത് ചെയ്തില്ലേ പാലും മിൽക്ക് മെയ്ഡും കൂടി തിളപ്പിച്ച് വെച്ചില്ലേ അതിങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. പാലിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് ഫുള്ള് ബ്രെഡിൻ്റെ എല്ലാ സൈഡിലേക്കും എത്തുന്ന രീതിയിൽ തന്നെ അത് ഒഴിച്ചു കൊടുത്തേക്കുക. അപ്പോൾ ഇത് ഫസ്റ്റ് ലെയർ നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് ലെയറാണ് ചെയ്യേണ്ടത്. സെക്കൻഡ് ലെയർ ചെയ്യാം. സെക്കൻഡ് ലെയർ ചെയ്യണത് നമ്മൾ കോൺഫ്ലവർ പൊടിയും പാലും മിൽക്ക് മെയ്ഡും കൂടി മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ അത് ഒന്ന് ഇത് തിക്കാകുക ഞാനിപ്പോൾ എടുത്തു വെച്ചപ്പോൾ ഇത് ആറിയപ്പോഴത്തേക്കും നല്ല തിക്കായി. അപ്പോൾ നിങ്ങൾ എടുത്ത് വെക്കുമ്പോൾ തിക്കാകുക ഒന്ന് ഇതുപോലെ തിക്കാവാതെ ഒന്ന് ശ്രദ്ധിച്ചേക്കുക. നമുക്ക് വേഗം ചെയ്തെടുക്കാം. അപ്പോൾ ഇച്ചിരി ലേറ്റ് ആയപ്പോൾ ഇതൊന്ന് ഇരിക്കും തോറും തിക്കായതാണ്. അപ്പോൾ ഇതാ ഇനി ഈ ഫസ്റ്റ് സെക്കൻഡ് ലെയറും കറക്റ്റായിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ പുറത്ത് വേണമെങ്കിൽ നെറ്റ്സോ അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ചേർക്കുന്നുണ്ടെങ്കിൽ ചേർക്കാം, അത് കുഴപ്പമില്ല. അപ്പോൾ ഇതാ സെക്കൻഡ് ലെയർ പ്രത്യേകിച്ച് ഒന്നും ഇടുന്നില്ല. ഫസ്റ്റ് സെക്കൻഡ് ലെയറും ഇത് കംപ്ലീറ്റ് എല്ലാ സൈഡിലേക്കും ഒന്ന് ആവുന്ന രീതിയിലൊന്ന് ചെയ്തിട്ടുണ്ട്. ഇതേ മൂന്നാമത്തെ ലെയർ ഇനി നമുക്ക് സേമിയ റെഡിയാക്കി വെച്ചേക്കുന്നത് സേമിയയും കൂടി മൊത്തം എല്ലാ സൈഡിലേക്കും ഒന്ന് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇരിക്കുമ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോൾ ഒന്ന് ഉടച്ചു കൊടുത്ത് ലെയറാക്കി കൊടുക്കാം. അപ്പോൾ സേമിയം എല്ലാ സൈഡിലേക്കും ഒന്ന് എത്തുന്ന രീതിയിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇതൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങളാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കുകയും ചെയ്യാം. ഒരുപാട് ജോലിയൊന്നുമില്ല കേട്ടോ, കൊച്ചു കൊച്ചു ജോലികൾക്കേ ഉള്ളൂ. അതൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് എല്ലാ സൈഡിലേക്കും ഒന്ന് ആവുന്ന രീതിയിലൊന്ന് സേമിയം നമുക്ക് കറക്റ്റായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എല്ലാം കൂടി സെറ്റാവാൻ വേണ്ടി നമ്മൾ എന്തായാലും ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ ഫ്രിഡ്ജിലൊക്കെ വെച്ച് തരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ പുറമേ നമ്മൾ വീണ്ടും രണ്ടാമത് ഇട്ട് വെച്ച കോൺഫ്ലവർ കുറുക്കി വെച്ച ക്രീമില്ലേ, ആ ക്രീം നമ്മൾ വീണ്ടും ഇതിൻ്റെ പുറമേ ഇട്ട് കൊടുക്കുവാണ്. ബാക്കി ഉണ്ടായിരുന്ന ക്രീം നന്നായിട്ടൊന്ന് ഉടച്ച് കട്ടയൊക്കെ ഒന്ന് ഉടച്ചൊന്ന് എടുത്തേക്കുക. ഒന്ന് ഉടച്ചിട്ട് നല്ല ക്രീമി ആക്കി എടുക്കുക. ഇനിയിപ്പോൾ അത് ഇതുപോലെ കട്ടയിൽ പോയിട്ടുണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്ത് കുറച്ച് പാലെടുത്ത് തിളപ്പിച്ചിട്ട് അതൊന്നൊഴിച്ച് ലൂസാക്കി എടുത്താൽ മതി. അപ്പോഴത്തേക്കും നല്ല ക്രീമി ആയിട്ട് തന്നെ ഇരുന്നോളും. അപ്പോൾ ഇതാ ഇതുപോലെ കട്ട് ചെയ്യുന്ന പോകരുത്. നല്ല കട്ടായി കഴിഞ്ഞാൽ നമുക്കിത് നല്ല ഹാർഡായി പോകും. അതുകൊണ്ട് കട്ടായേക്കാതെ ഇതിപ്പോൾ ഒരുപാട് കട്ടയൊന്നും ആയിട്ടില്ല. നിങ്ങൾക്ക് കാണുമ്പോൾ അത്ര തിക്കുണ്ടെങ്കിലും അത് ഒരുപാട് കട്ടയൊന്നും ആയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ ഇനി എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം ചെയ്തത് 2 ബ്രെഡ് ഉണ്ടായിരുന്നല്ലോ, ആ 2 ബ്രെഡ് ഒന്ന് ചൂടാക്കിയെടുക്കണം. ആ ചൂടാക്കി എടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തൊന്ന് പൊടിച്ചെടുക്കുക. അതാണ് പിന്നെ നമ്മൾ ചെയ്യുന്നത്, ഇതിൻ്റെ പുറമേ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ഒന്ന് മേളിലൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇച്ചിരി ഒഴിക്കാൻ നോക്കിയിട്ട് കണ്ടെന്നില്ല, അപ്പോൾ ഒന്ന് കട്ടയിട്ട് വീണു. അപ്പോൾ ഒന്ന് മൊത്തത്തിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിത് നിങ്ങൾക്ക് കാണുമ്പോൾ എല്ലാത്തിനും മിൽക്ക് മെയ്ഡ് ചേർക്കുന്നുണ്ടല്ലോ, ഒരുപാട് മധുരം ഇരിക്കും എന്ന് കരുതണ്ട. പക്ഷേ ഇത് വളരെ നോർമലായിരുന്നു, ഓവറായിട്ട് ഒരു മധുരം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതാ ഞാൻ എല്ലാ സൈഡിലേക്കും ഒന്ന് മിൽക്ക് മെയ്ഡും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയാണ് നമുക്കിതിൻ്റെ പുറത്തേക്ക് ബ്രെഡ് ശരിയാക്കി എടുക്കണ്ട കേട്ടോ. കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയില്ലേ, ക്രീമി ആയിട്ട്. ഇതൊന്ന് 2 ബ്രെഡ് ഉണ്ട്, ആ 2 ബ്രെഡ് നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം. ചൂടാക്കി എടുത്തിട്ട് നമുക്കിത് പൊടിച്ചെടുക്കണം. അപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയാണ് ഇത് മേളിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അത് സ്കിപ്പ് ചെയ്യണമെന്നുള്ളവർക്ക് സ്കിപ്പ് ചെയ്യാം, അത് നിർബന്ധമൊന്നുള്ള കാര്യമില്ല കേട്ടോ. ഞാനൊന്ന് ഭംഗിക്ക് വേണ്ടിയിട്ട് ഒന്ന് എടുത്തതാണ്. അപ്പോൾ അതായത് മിക്സീൻ്റെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പുറമേ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ കാണാൻ തന്നെ ഒരു ലുക്ക് ഉണ്ടാവും, കാണാനൊരു ഭംഗിയൊക്കെ ഉണ്ടാവും. നമുക്കൊരു ഗസ്റ്റിനൊക്കെ വരികയാണെങ്കിൽ അവരുടെ ഫ്രണ്ടിൽ വെച്ച് കൊടുക്കുമ്പോൾ കാണാനൊരു ഭംഗിയും കൂടി ഉണ്ടെങ്കിൽ ആർക്കും ഒരു കഷ്ണമൊക്കെ എടുത്ത് തിന്ന് നോക്കാൻ തോന്നും. അപ്പോൾ നമുക്കിതുപോലെ സൈഡിലൊക്കെ ഇട്ട് കൊടുക്കാം. എല്ലാ സൈഡിലേക്കും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്.
വനിലയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ബാക്കി പിന്നെ നമുക്ക് വേണ്ടത് ഇതിന് പുറമേ ഞാൻ ബദാം ഇട്ട് കൊടുക്കുന്നത്. ബദാം ചെറിയ പീസായിട്ട് പൊടിച്ചിട്ട് അതിട്ട് കൊടുക്കുന്നുണ്ട്. എനിക്ക് ഇതിൻ്റെ കയ്യിൽ എന്ത് നട്ട്സാണോ ഉള്ളത് അത് എന്താണ് ഇട്ട് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഓപ്ഷനിലാണ്. നമ്മുടെ കയ്യിൽ എന്താണുള്ളത് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അതായത് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ബദാം ചെറിയ പീസാക്കി ഇനി അതും കൂടി മേലിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതൊരു 4 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് നല്ലപോലെ തണുപ്പിച്ചതിന് ശേഷം എടുക്കാവുള്ളൂ. പെട്ടെന്ന് തന്നെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്നും ഉണ്ടാവുന്നില്ല. നമുക്ക് റെസ്റ്റ് ഒരു 4 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇപ്പോൾ ഒരു രാവിലേക്ക് എടുക്കാനുള്ളതാണെങ്കിൽ രാത്രി തന്നെ സെറ്റ് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ രാവിലെ ആകുമ്പോൾ നല്ല കറക്റ്റായിട്ട് സെറ്റായിട്ടുണ്ടാവും. അതായത് ഇങ്ങനെയുണ്ട്. എനിക്കിഷ്ടപ്പെട്ടോ? എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ ഇനി നമുക്ക് ഫ്രിഡ്ജ് വെച്ചിട്ട് കൊണ്ടുവരാം കേട്ടോ. ഫ്രിഡ്ജിലൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ എന്തെങ്കിലും നട്ട്സൊക്കെ വേറെ എന്തെങ്കിലും കൂടി ചേർക്കണമെന്നുണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ബദാം മാത്രമേ ഇടുന്നുള്ളൂ. അപ്പോൾ ഇതാ ഇനി ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്ത് നല്ല സെറ്റായിട്ടുണ്ട് നമ്മുടേത്. 4 മണിക്കൂറൊക്കെ കഴിഞ്ഞ് നല്ല അടിപൊളി സെറ്റായിട്ടുണ്ട്. നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. മുറിച്ചിട്ട് അങ്ങോട്ട് ടേസ്റ്റ് അറിയണ്ടേ ഇതിൻ്റെ ഇതാണ്. അപ്പോൾ ടേസ്റ്റ് അറിയാൻ വേണ്ടി നമുക്കൊന്ന് മുറിച്ച് നോക്കാം. എന്താ ഇതുപോലെ അത് കേക്ക് അടിയേണ്ട ഞാനില്ല. അപ്പോൾ എന്തെങ്കിലും വെച്ചാലും വളരെ സോഫ്റ്റായ സാധനമല്ലേ. അപ്പോൾ നമുക്ക് ഒരു സ്പൂൺ കൊണ്ടാണെങ്കിലും കോരി തിന്നാൻ ഒരു കുഴപ്പമില്ല. നല്ല ടേസ്റ്റുമാണ്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അതാ നമ്മുടെ പുഡിങ് റെഡിയായി. അടിപൊളി പുഡിങ്. ഇനി നമുക്കൊന്ന് കഴിച്ച് നോക്കാം. കഴിച്ച് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ അതാ ഒരു പ്ലേറ്റിലേക്ക് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അടിയിലൊക്കെ നമ്മൾ പാലൊക്കെ കുഴിച്ച് നല്ല സെറ്റായിട്ടുണ്ട്. നല്ല ക്രീം എല്ലാം അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഒന്ന്. അപ്പോൾ നമ്മൾ മധുരമൊക്കെ എല്ലാവരും അവരവരുടെ ഇഷ്ടത്തിന് ഇട്ടാൽ മതി. വീണ്ടും പറയുവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടത്തിന് ഇട്ട് വെക്കുക. നല്ല ടേസ്റ്റ് ഉണ്ടാവും. നല്ല അടിപൊളിയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്.